ഓം ശാന്തി. ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ശ്രദ്ധ എന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു. ഞാൻ ആരാണ്? ഞാനൊരു ശുദ്ധ ചൈതന്യ ജ്യോതിബിന്ദു ആത്മാവാണ്. മസ്തകമധ്യത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രം, നിരാകാരി ആത്മാ. ഈ ആത്മാവിനെ ഞാൻ തിരിച്ചറിയുന്നു. മനസ്സിൽ കേവലം ഒരു പരംപിത നിരാകാരി ശുഭാബയുടെ ഓർമ്മ മാത്രം. ഞാൻ അനുഭവം ചെയ്യുന്നു. മനസ്സ് ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി മേലെ പരമധാമത്തിലേക്ക് പറന്നുയരുകയാണ്. അവിടെ കേവലം ശാന്തി മാത്രമാണ്. ഒരു പരം ജ്യോതി ശിവപരമാത്മാ പരമധാമത്തിൽ പ്രകാശിക്കുന്നു. എൻ്റെ പ്രിയ ഭോലാനാഥ് ശിവബാബ, ഞാൻ ആത്മാ ബാബയുടെ മുന്നിലിരിക്കുന്നു. അതിസ്നേഹിയായ മധുരമായ ബാബ, അങ്ങെനിക്ക് പ്രാണനിലും പ്രാണനാണ്. ഭോലാനാഥ് ബാബ, അങ്ങ് സദാ നൽകുന്നവനാണ്, ഒരിക്കലും ഒന്നും എടുക്കുന്നില്ല. മുഴുവൻ ലോകത്തിലും 3 ലോകത്തിലും കേവലം അങ്ങ് മാത്രമാണ് സദാ നിസ്വാർത്ഥനും നിഷ്കാമിയുമാകുന്നത്. സദാ സർവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭോലാനാഥനായ ബാബ ടീച്ചറായി ഈ അദ്ഭുത സർവകലാശാലയിൽ പഠിപ്പിക്കുന്നു. അപാര സ്നേഹം നൽകുന്നു. ആശീർവാദങ്ങളാൽ എന്നെ സമ്പന്നമാക്കുന്നു. സുഖത്തിലും ശാന്തിയിലും പവിത്രതയിലും ഞാൻ സമ്പന്നമാണ്. എന്നിലെ കുറവുകളും കുറ്റങ്ങളും എടുത്ത് എനിക്ക് പദം ഗുണ നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ, അങ്ങ് ഭോലാ ഭണ്ഡാരിയാണല്ലോ. എന്നിലെ എല്ലാ കുറവുകളും നികത്തിയിരിക്കുന്നു. മനസ്സിപ്പോൾ ശാന്തമാണ്. ഹൃദയം സന്തുഷ്ടമാണ്. എന്നിലെ മോശമായതിനെയെല്ലാം നല്ലതാക്കി എന്നെ ഉയർത്തി സദാ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഈ കണക്കെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ ലക്ഷ്യമാണ് പാവനമായി മാറണം. പതിതരായവരുടെ സംഘത്തിൽ നിന്ന് ദൂരെ ഇരിക്കണം. ആരുടെയും ഓർമ്മ വരരുത്. ജ്ഞാനത്തിലൂടെ സദ്ഗതിയുണ്ടാകുന്നു. മനുഷ്യർ പതിതരിൽ നിന്നും പാവനമാകുന്നു.
ഞാൻ ബാബയുടേതായി മാറി. നിരാകാരനായ ബാബ വന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ എന്നെ പഠിപ്പിക്കുന്നു. ഭോലാനാഥനായ ശിവൻ മോശമായതിനെ നല്ലതാക്കി മാറ്റുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ആദ്യത്തെ ഭ്രഷ്ടാചാരമാണ് വികാരത്തിലേക്ക് പോകുന്നത്. സത്യയുഗം ഈശ്വരീയ രാജ്യമാണ്, അവിടെ വികാരങ്ങളില്ല. ഞാൻ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പഠിക്കുന്നു. ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതിനാൽ മുഖം സ്വർഗത്തിന്റെ ഭാഗത്തേക്കാണ്. ശാന്തി ധാമവും സുഖധാമവും. മധുരമായ വീടിനെ ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ മധുരമായ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ബാബയുമായി യോഗം വെക്കണം. ചക്രത്തെ അറിയണം. പാപങ്ങളെല്ലാം ഓർമ്മയിലൂടെയാണ് നശിക്കുന്നത്. ഭാരതത്തിന്റെ ഈ പ്രാചീനമായ യോഗം ഒരു ബാബയ്ക്ക് മാത്രമേ പഠിപ്പിക്കാനാവുകയുള്ളൂ. സ്വർഗത്തിന്റെ സ്ഥാപനയും കലിയുഗത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കുന്നത് ഒരു ബാബയാണ്. ആരാണോ ധാരാളം ബാബയുടെ സേവനം ചെയ്യുന്നത് അവർ ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് ഉയർന്ന സമ്പത്ത് ലഭിക്കുന്നു. ആത്മാഭിമാനിയായി മാറണം. ഉറച്ചുപോയ പഴയ ശീലങ്ങൾ മാറ്റിയെടുക്കണം. ഒരു കാര്യത്തിലും തർക്കിച്ച് സമയം പാഴാക്കരുത്. എത്രയും കഴിയുന്നുവോ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ആത്മാഭിമാനിയായിരിക്കാനുള്ള പരിശ്രമം ചെയ്യണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഈശ്വരീയ കുലത്തിന്റെ സ്മൃതിയിലൂടെ മായയെ നേരിടുന്ന സദാ സമർത്ഥ സ്വരൂപമാകുന്നു. സദാ പവർഫുൾ സ്മൃതിയിലിരിക്കുന്നു. ഓരോ സങ്കല്പവും ഓരോ കാര്യവും ഈശ്വരീയ സേവനത്തിനായി അർപ്പിക്കുന്നു. എന്റേത് ഈശ്വരീയ കുലമാണ്. ഈ സ്മൃതി സർവ ദുർബലതകളെയും സമാപ്തമാക്കുന്നു. സത്യം സമയം വരുമ്പോൾ സ്വയം പ്രത്യക്ഷമാക്കുന്നു. സത്യത്തെ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓം ശാന്തി.